എപ്പിലെപ്സി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ബ്രെയിൻ ആക്ടിവിറ്റിയിൽ അബ്നോർമൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഒരു റിക്കറിങ് സീഷ്യസ് ഉണ്ടാവും. സോ ഈ എപ്പിലെപ്സിയുടെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ജെനറ്റിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ ബ്രെയിൻ ഡിസോർഡേഴ്സൊക്കെ കോസസ് ആയിട്ട് വരും. സിംറ്റംസ് എന്ന് പറയുമ്പോൾ സീഷ്യസ് വരും, അതായത് അൺകോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാവാം, അല്ലെങ്കിൽ മസിൽ ചേഞ്ചസ് വരാം, അതുപോലെ തന്നെ ഒരാളിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പിന്നെ വായിൽ നിന്ന് ഒരേയും പതയും വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡയഗ്നോസിസ് എന്ന് പറയുമ്പം EEG എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂ, ന്യൂറോളജിക്കൽ എക്സാംസ്, അതുപോലെ തന്നെ ബ്രെയിൻ ഇമേജിങ്, ഇതൊക്കെ അബ്നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്ക് സീഷ്യസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ആൻറ്റി എപ്പിലെപ്റ്റിക് മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ സർജറി, ഡയറ്ററി ചേഞ്ചസ് ഒക്കെ അഡ്വൈസബിൾ ആണ്. സോ മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈലും മാനേജ് ചെയ്യാൻ പറ്റും.